ആരാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്? കമ്പനിക്കാരാണെന്നുള്ള പരാതിയുണ്ട്. അദാനിയാണോ എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത്? അവരാണോ ഇതിൻ്റെ വാല്യുവേഷൻ നടത്തേണ്ടത്? ടെക്നിക്കലായിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി ഉൾപ്പെടെ നടത്തുന്നത് അദാനിയാണോ? അപ്പോൾ ഇവിടെ കൂരിയാട് പാലം തുറന്നു. ഇവിടെ മലപ്പുറം ജില്ലയിൽ കൂരിയാട് പാലം താഴെ വീണു. അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും ഗുരുതരമായ ഒരു അഴിമതി കണ്ടെത്തിയിട്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും അവിടെ ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഈ കാര്യത്തെപ്പറ്റി പറയാതിരുന്നത്? ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ഈ ദേശീയപാതയുടെ സുരക്ഷിതത്വത്തിൽ ആര് മറുപടി പറയും? സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്തമല്ലേ ഈ പാതയിൽ ഉണ്ടായ ഗുരുതരമായ അഴിമതിയും വീഴ്ചയും തൽഫലമായി ഉണ്ടായിരിക്കുന്ന ഹൈവേയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച, പാതയിൽ ഉണ്ടായിരിക്കുന്ന വിള്ളൽ, കൂരിയാട് പോലുള്ള സ്ഥലങ്ങളിൽ മേൽപ്പാലം തകർന്നു വീണത്? ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുത്തത് കൊണ്ട് കാര്യമാകുന്നില്ല. എൻ്റെ ചോദ്യം, കേരളത്തിൽ ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ ഈ കാര്യം ചോദിക്കാതിരുന്നത്? ഈ അഴിമതിയെപ്പറ്റി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഗഡ്കരിയെ കണ്ട് ചായ കുടിച്ച് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ കഥകളി ശില്പം സമർപ്പിച്ച മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഈ ഹൈവേയിലെ ഗുരുതരമായ ക്രമക്കേടുകളെപ്പറ്റി എന്തുകൊണ്ട് ചോദിച്ചില്ല? എന്തുകൊണ്ട് CPM ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല? എപ്പോഴും കാര്യങ്ങൾ പറയുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇതിനെപ്പറ്റി ഒരു അക്ഷരം ഇന്നുവരെ മിണ്ടിയിട്ടില്ല. ഗോവിന്ദൻ മാസ്റ്റർ എന്തുകൊണ്ട് BJP ഗവൺമെന്റിനെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല? അപ്പോൾ ഒരു വലിയ തോതിലുള്ള അഴിമതി, ഒരു റീച്ചിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു റീച്ചിലാണ് 867 കോടി രൂപയുടെ ലാഭം അദാനിക്കുണ്ടായത്. മറ്റുള്ള 22 റീച്ചുകളുടെ സ്ഥിതി എന്താണെന്ന് ഇനിയും പരിശോധിക്കണം. അപ്പോൾ ഞങ്ങളാരും ഹൈവേ തകർന്നതിൻ്റെ പേരിൽ ഇവിടെ ആഘോഷമൊന്നും നടത്തുന്നില്ല. മുഹമ്മദ് റിയാസിന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാതെ, നിങ്ങൾ മോണിറ്റർ ചെയ്യാതെ ഈ വലിയ തോതിലുള്ള അപകടമുണ്ടായപ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലേ? ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ? ജനങ്ങളുടെ സുരക്ഷിതത്വമല്ലേ പ്രധാനം? അപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന വലിയ ഗുരുതരമായ തീവട്ടിക്കൊള്ളയാണ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഇതങ്ങനെ തേച്ചു മായ്ച്ച് കളയാമെന്നൊന്നും മുഖ്യമന്ത്രി കരുതണ്ട. നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇത്രയും വലിയ അഴിമതി ഉണ്ടായിട്ട്, ഇത്രയും വലിയ ക്രമക്കേട് ഉണ്ടായിട്ട്, കൂരിയാട് പോലുള്ള സ്ഥലങ്ങളിൽ മേൽപ്പാലം തകർന്നു വീണിട്ട്, വിള്ളലുകൾ ഉണ്ടായിട്ട്, പാതയിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ട് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ ഒരു അക്ഷരം പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ഇല്ലേ? ഒരു മിനിറ്റ് CPMനില്ലേ? അപ്പോൾ BJPയെ പിന്തുണയ്ക്കുക എന്നുള്ള നടപടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് ആണോ എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഈ അഴിമതി അന്വേഷിച്ചേ മതിയാകൂ. ഇത് തേച്ച് മായ്ച്ച് കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ കയ്യം കെട്ടി നോക്കി നിൽക്കണമെന്നാണോ മുഹമ്മദ് റിയാസ് പറയുന്നത്? ഞങ്ങളാരും ആഘോഷിക്കുന്നില്ല. എല്ലാവർക്കും നടക്കാനുള്ളതാണ് ദേശീയപാത. പക്ഷേ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടാകുമ്പോൾ ആ അഴിമതി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതിനെതിരെ പോകാവുന്നിടത്തോളം ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ ഇന്നലെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തെ കണ്ടിട്ട് ഒരക്ഷരം മിണ്ടാതിരുന്നതിൻ്റെ കാരണം എന്താണ്?
ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ്. BJPയും CPMും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി ഇപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഓർമ്മ വന്നത്. ഇത്രയും കാലം അദ്ദേഹം ഇവിടെ 9 വർഷം ഉണ്ടായിട്ട് ഇന്നലെ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ച നിവേദനങ്ങളൊന്നും കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പം ഇത് കൊടുക്കുന്നത് നിലമ്പൂർ ഇലക്ഷൻ ഉള്ളതുകൊണ്ട്, ഇപ്പം ഇത് കൊടുക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട്. ഇത്രയും കാലം ഇതൊന്നും കൊടുക്കേണ്ടായിരുന്നു, നിവേദനങ്ങൾ കൊടുക്കേണ്ടായിരുന്നു, കാര്യങ്ങൾ പറയേണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഇപ്പോഴത് നോക്കുന്നത്. അതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി, തുടർച്ചയായി മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPMും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇതുവരെ അദ്ദേഹം മാപ്പ് ചോദിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ആരെയാണ് വഞ്ചിച്ചത്? മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ചതിയന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ തന്നെ ഇതെല്ലാം പറഞ്ഞതാണ്, ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതാണ്. സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കള്ളക്കടത്തും ഏറ്റവും കൂടുതൽ നടക്കുന്ന മലപ്പുറം ജില്ലയിലാണ്. അത് പിന്നെ ഹിന്ദുവിലാണ് തിരുത്തിയത്, കേരളത്തിൽ തിരുത്തിയിട്ടില്ല. ഹിന്ദു ഡൽഹിയിൽ അത് തിരുത്തു കൊടുത്തു. അതുപോലെ നിരന്തരമായി മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ഇപ്പോൾ ചതിയന്മാരാണെന്ന് പറയുകയും ചെയ്ത മുഖ്യമന്ത്രി തൻ്റെ വാദങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, KC വേണുഗോപാൽ നടത്തിയൊരു പ്രസംഗത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളച്ചൊടിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? എല്ലാ മാസവും കൊടുക്കേണ്ട പെൻഷൻ ഇവർ കൊടുക്കുന്നില്ല, കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ എല്ലാം കൂടി 4, 5, 6 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള തന്ത്രം ആവിഷ്കരിക്കുന്നു. സത്യമല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 7 മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് കൊടുത്തത്. കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉച്ചക്കഞ്ഞിയുടെ അരി മാസങ്ങളോളം കൊടുക്കാതിരുന്നിട്ട് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച ഉള്ളപ്പോഴാണ് കൊടുത്തത്. ഞാൻ അതിനെതിരായി ഇലക്ഷൻ കമ്മീഷനെതിരെ പോയതിന് എന്തെല്ലാം പുകലായിരുന്നു ഇവിടെ. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് ചെയ്തു. മാസാമാസം കൊടുക്കേണ്ട പെൻഷൻ തുക കൊടുക്കാതെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് തെരഞ്ഞെടുപ്പാകുമ്പോൾ കൊടുക്കുന്നത് ശരിയായ നടപടിയല്ല. അത് KC വേണുഗോപാൽ പറഞ്ഞ സത്യമല്ലേ? സത്യം പറയുമ്പോഴെന്തിനാണ് അവർ മുഖം ചുളിക്കുന്നത്? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുമ്പ് ഇത് തന്നെ ചെയ്യും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ചെയ്യും. എല്ലാ മാസവും കൊടുക്കേണ്ട പെൻഷൻ പിടിച്ചു വെച്ചിട്ട് ഒരുമിച്ചൊരു വലിയ തുകയായി കൈ കിട്ടുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇത് ചെയ്തുകൊണ്ട്. അത് ശരിയായ നടപടിയല്ല. അതാണ് KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത്. ഇന്നലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്ര വില കുറഞ്ഞ നിലയിൽ ഒരു പ്രസ്താവന നൽകിയത് അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ്. അതൊരിക്കലും പാടില്ലാത്തതാണ്. നിങ്ങൾ ആളുകളെ കബളിപ്പിക്കാൻ, വോട്ടർമാരെ കബളിപ്പിക്കാൻ എല്ലാ മാസവും തുടർച്ചയായി കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ, ക്ഷേമ പെൻഷനുകൾ കൊടുക്കാതെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ ഇനിയും കൂടുതൽ കണക്കുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ്. കാലിനോ? ഞാൻ റിയാസിൻ്റെ ഭാഷ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അദ്ദേഹം പറഞ്ഞതിൻ്റെ സെൻസ് എന്താണെന്നാണ് നിങ്ങൾ കാണേണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇത് മാസാമാസം തോറും കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കുന്നു. എമൗണ്ട് കറപ്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ശരിയല്ലേ? തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ പണമെന്ന് പറയുന്ന ആര്? പിണറായി വിജയൻ തൻ്റെ വീട്ടിൽ കൊണ്ടിരുന്ന പണമൊന്നും അല്ലല്ലോ. ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം കൊടുക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് എന്താ? എല്ലാ കക്ഷികൾക്കും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് കൊടുക്കണം. പ്രതിപക്ഷമാണെങ്കിലും ഭരണകക്ഷിയാണെങ്കിലും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാകണം.
ഇത് അധികാരത്തിലിരിക്കുന്നു എന്ന് കരുതി